കേരളത്തിലെ ജനങ്ങൾക്ക് പോലീസിനെ കുറിച്ചുള്ള ധാരണകൾ പാടെ തിരുത്തി കുറിക്കാൻ, ജനങ്ങളുടെ മനസ്സിൽ സുരക്ഷിതത്വത്തിൻ്റെ പുതിയൊരു വെളിച്ചം പടർത്താൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അവതരിപ്പിച്ച വമ്പൻ പദ്ധതിയാണ് മൈ പോലീസ് സ്റ്റേഷൻ. വരും ദിവസങ്ങളിൽ, വളരെ കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 15 മുതൽ നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ കേവലം പരാതി നൽകാനുള്ള ഇടങ്ങൾ മാത്രമായിരിക്കില്ല, മറിച്ച് ഓരോ സാധാരണക്കാരൻ്റെയും സ്വന്തം താവളമായി മാറും. പോലീസ് സംവിധാനത്തിൻ്റെ മുഖച്ഛായ തന്നെ ഉടച്ചു വാർക്കുന്ന ജനകീയ പോലീസിങ്ങിന് പുതിയ അർത്ഥതലങ്ങൾ നൽകുന്ന വളരെ ചരിത്രപരമായ നീക്കത്തിനാണ് സംസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പഴയ നിയമങ്ങളും അടവ് നയങ്ങളും മാറ്റിവെച്ച് പോലീസ് സ്റ്റേഷനുകളുടെ നിയന്ത്രണത്തിൽ വലിയൊരു വിപ്ലവം തന്നെ കൊണ്ടുവരികയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സർക്കിൾ ഇൻസ്പെക്ടർമാർ കൈകാര്യം ചെയ്തിരുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അഥവാ SHO പദവിയിലേക്ക് ഇനി സബ് ഇൻസ്പെക്ടർമാർ മടങ്ങിയെത്തുന്നു. സംസ്ഥാനത്തെ 484 ലോ ആൻഡ് ഓർഡർ പോലീസ് സ്റ്റേഷനുകളിൽ 419 ഇടങ്ങളിലും ഓഗസ്റ്റ് 15 മുതൽ SIമാർ ഭരണച്ചാട്ടവളയം പിടിക്കും. എന്നാൽ അതീവ പ്രാധാന്യമുള്ള 64 സ്റ്റേഷനുകളിൽ സർക്കിൾ ഇൻസ്പെക്ടർമാർ തന്നെ ഭരണ സാന്നിധ്യം തുടരുമ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ തന്ത്രപ്രധാനമായ സുരക്ഷ മുൻനിർത്തി അവിടുത്തെ ചുമതല ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസിനും അഥവാ DYSPക്ക് തന്നെ നേരിട്ട് നൽകിയിരിക്കുന്നു. ഇതിനെല്ലാം പുറമെ സ്ത്രീ സുരക്ഷയ്ക്കും പെൺകരുത്തിനും മുൻഗണന നൽകിക്കൊണ്ട് 63 പോലീസ് സ്റ്റേഷനുകളിൽ വനിതാ സബ് ഇൻസ്പെക്ടർമാരെയാണ് SHOമാരായി പ്രതിഷ്ഠിക്കുന്നത്. ഇതൊരു ചെറിയ മാറ്റമല്ല. സബ് ഇൻസ്പെക്ടർമാർക്ക് വളരെ കൃത്യമായ മാർഗനിർദ്ദേശം നൽകാനും അവരുടെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനുമായി 200 പുതിയ പോലീസ് സർക്കിളുകൾ സൃഷ്ടിക്കുകയാണ്. പോലീസ് സ്റ്റേഷൻ്റെ പടിവാതിൽ ചവിട്ടുന്ന ഏതൊരു പൗരൻ്റെയും ആത്മാഭിമാനത്തെ മാനിക്കുക, അവർക്ക് സമയബന്ധിതവും സംതൃപ്തവുമായ സേവനങ്ങൾ ഉറപ്പുവരുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പുതിയ ലക്ഷ്യം. ഭയത്തോടെ മാത്രം പോലീസ് സ്റ്റേഷനുകളെ നോക്കിക്കണ്ട ഒരു ജനതയ്ക്ക് മുന്നിൽ ഇത് നിങ്ങളുടെ സ്റ്റേഷനാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് സർക്കാർ. ഈ പദ്ധതി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും ധീരവും മാനുഷികവുമായ പ്രഖ്യാപനം കസ്റ്റഡി മരണങ്ങൾക്കും കസ്റ്റഡി മർദ്ദനങ്ങൾക്കുമെതിരെയുള്ള കടുപ്പമേറിയ നിലപാടാണ്. കസ്റ്റഡി മർദ്ദനങ്ങൾ എന്നത് ഈ പരിഷ്കൃത സമൂഹത്തിലെ ഏറ്റവും അപരിഷ്കൃതമായൊരു നടപടിയാണ്. ആർക്കെതിരെയും മൂന്നാം മുറ പ്രയോഗിക്കാൻ പോലീസിന് അവകാശമില്ല. അത് നിയമവിരുദ്ധമാണ്, മാനവികതയ്ക്ക് നിരക്കാത്തതാണ്. ഒരു കുറ്റകൃത്യം തെളിയിക്കുന്നതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നത് അതിനായി പോലീസ് സ്വീകരിക്കുന്ന വഴികളാണ് എന്ന വളരെ വ്യക്തമായ സന്ദേശം ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നു. ഈ സ്വപ്ന പദ്ധതി വെറുമൊരു പ്രഖ്യാപനത്തിൽ ഒതുങ്ങിപ്പോകാതിരിക്കാൻ ശക്തമായ കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പുതിയ SHOമാർക്ക് മാത്രമല്ല, പോലീസ് സ്റ്റേഷനുകളിലെ താഴെത്തട്ട് മുതലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ഘട്ടം ഘട്ടമായി പ്രത്യേക ഓറിയന്റേഷൻ പരിശീലനം നൽകും. സർക്കിൾ ഇൻസ്പെക്ടർമാർ മുതൽ മുകളിലോട്ടുള്ള സൂപ്പർവൈസറി ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ പരിശീലനം നൽകുന്നതിലൂടെ സ്റ്റേഷനുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകും. ജനങ്ങളോടും കീഴുദ്യോഗസ്ഥരോടും നന്മയോടെ പെരുമാറാനും അനാവശ്യമായ തൊഴിൽ സമ്മർദ്ദം മൂലം ഉദ്യോഗസ്ഥർ ആത്മഹത്യയിലേക്ക് തള്ളപ്പെടുന്നത് ഒഴിവാക്കാനും ഈ ഇടപെടൽ സഹായിക്കും. കാലം മാറുന്നതിനനുസരിച്ച് കുറ്റകൃത്യങ്ങളുടെ രീതികളും മാറിയിരിക്കുകയാണ്. ലോൺ ആപ്പ് തട്ടിപ്പുകളും മറ്റ് സൈബർ അപരാധങ്ങളും ജനങ്ങളുടെ ജീവിതം തകർക്കുന്ന ഈ കാലഘട്ടത്തിൽ സാങ്കേതികമായി ഉയർന്ന നിലവാരം പുലർത്താൻ പോലീസിനെ സജ്ജമാക്കേണ്ടതുണ്ട്. IG സൈബർ സെക്യൂരിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെ കൂടുതൽ കരുത്തുറ്റതാക്കി ഹൈടെക് കുറ്റകൃത്യങ്ങളെ അടിച്ചമർത്താൻ നമ്മുടെ പോലീസ് പ്രാപ്തരാകുകയാണ്. ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ 20 വർഷമായി സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ജനമൈത്രി സുരക്ഷാ പദ്ധതിയെ പുനരുജ്ജീവിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. വെറുമൊരു യാന്ത്രികമായ ചടങ്ങായി മാറിയ ജനമൈത്രി പോലീസിങ്ങിന് പുതിയ ജീവൻ നൽകി കമ്മ്യൂണിറ്റി പോലീസിംഗ് സംവിധാനത്തെ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുകയാണ് രമേശ് ചെന്നിത്തല. പോലീസിൻ്റെ പ്രവർത്തനം എത്രത്തോളം സുതാര്യമാണെന്ന് അളക്കാൻ സ്വതന്ത്രമായ ഫീഡ്ബാക്ക് സംവിധാനവും ഒരുക്കുകയാണ്. റേഞ്ച് DIGമാർ മാസം തോറും ഓരോ സ്റ്റേഷൻ്റെയും ഫീഡ്ബാക്കുകൾ ശേഖരിക്കും. അത് വളരെ കൃത്യമായി വിലയിരുത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയാണ്. ജനങ്ങളുടെ കണ്ണീരൊപ്പാനും നീതി ഉറപ്പാക്കാനും ഭയമില്ലാതെ മുന്നോട്ട് വരാൻ പൗരന്മാർക്ക് ധൈര്യം നൽകാനും മൈ പോലീസ് സ്റ്റേഷൻ എന്ന പുതിയ പദ്ധതിയിലൂടെ വലിയൊരു മാറ്റത്തിനങ്ങനെ തിരികൊളുത്തുകയാണ് ആഭ്യന്തര വകുപ്പും രമേശ് ചെന്നിത്തലയും.